ഹലോ ഉണ്ണിയേട്ടാ, എന്തായി അവിടെ കാര്യങ്ങളൊക്കെ? എടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. നീ പണി സ്റ്റാർട്ട് ചെയ്തല്ലേ? എന്താ ഏട്ടാ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവളെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോ നമ്മളുടെ പഴയ തറവാട്ടിലുണ്ട്. എന്താട്ടാ വിളിച്ചത്? എടാ ഇപ്പൊ ചാനൽസ് എന്നെ വിളിച്ചിരുന്നു. അവള് അങ്ങോട്ട് പോയിരുന്നു അഞ്ജുവിനെ റിലീസ് ചെയ്യാൻ. ബട്ട് അവളവിടെ ഇല്ല എന്ന് മനസ്സിലായപ്പോ അവളവിടെ കിടന്ന് ഷൗട്ട് ചെയ്തു നമ്മുടെ പിള്ളേരോട്. അവന്മാരെ അറിഞ്ഞില്ല, നമ്മളോട് പഠിപ്പിച്ച കഥകൾ തന്നെ അവളോട് പറഞ്ഞു. ബട്ട് അവൾക്ക് വിശ്വാസം ആയോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പോ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളെ എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഹാ, എനിക്കറിയാം ഏട്ടാ, ഏട്ടനെ വിളിക്കുന്നു അവള്. ഏട്ടന്റെ ചക്കര മോളല്ലേ അവള്. ഉം ചക്കര അനിയത്തെ കുട്ടിയല്ലേ, അപ്പം ഏട്ടനെ വിളിക്കത്തുള്ളൂ, എന്നെയൊന്നും വിളിക്കില്ല. ഏട്ടാ അടുത്ത വിളി വരുന്നത് ശിവേട്ടനായിരിക്കും. അത് കഴിഞ്ഞ് നടക്കും. ഏട്ടാ ചാരു എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം അവളെ ഡീൽ ചെയ്യാൻ. പിന്നെ എനിക്കൊരു പേടി, ശിവേട്ടനെ വിളിച്ചാൽ ഏട്ടൻ എന്ത് പറയുമെന്ന് അറിയാത്തോണ്ടാ. എടാ നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നമ്മളുടെ പ്ലാൻ പോലെ തന്നെ. രുദ്രമാൾ തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ആ ശിവേട്ടൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ എടുത്ത തീരുമാനം കറക്റ്റായ തീരുമാനമാണെന്ന്. നമ്മളുടെ കൂടെ എന്തിനും ഏതിനും ചേട്ടനും ഉണ്ടാവുമെന്ന്. അതുപോലെയാണ് നമുക്ക്. അത് മതി. ഏട്ടാ പറയടാ, എപ്പോഴാ രുദ്രൻ വരുന്നേ? രുദ്രൻ അടുത്ത വീക്ക് വരുമെന്നാ പറഞ്ഞത്. എന്താ? അല്ല, അവനോട് പറയാമെന്ന് വിചാരിച്ചു. ഡാടാ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അവനോട് പറഞ്ഞ അവൻ അടുത്ത ആഴ്ചയൊക്കെ വരാനുള്ളത് ഈ നാളെയോ ഇന്നോ കീറും. അതുകൊണ്ട് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോന്നെ? നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാവുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് അവനെ ഏൽപ്പിക്കാം. അവൻ മഹാഭ്രാന്തനാ. അപ്പൊ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പ്രാന്തനെ ഇളക്കി വിടണോ? വേണ്ടല്ലോ. അത് വേണ്ട, ചേട്ടൻ പറഞ്ഞ സത്യം. എന്തായാലും ഏട്ടനും കൂടി വരുമ്പോ എന്തായാലും കഴിക്കാൻ എടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും രാത്രിയിലേക്ക് വല്ലതും വേണ്ടേ? അവളാണെങ്കിൽ ഒടുക്കത്തെ തീറ്റിയും. ഇത് എന്നാണ്ട് 10 ആഴ്ച കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെ കിടക്കുന്ന കണക്ക്. 10 ആഴ്ച? എടാ, അവള് ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി എന്നറിയോ? നേരെ അതുകൊണ്ടുള്ള വിശപ്പാ. അവൾക്ക് മനസ്സിലായി തുടങ്ങി ഇനി അവൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ലെന്ന്. അവള് പട്ടിണി കിടന്നിട്ടും യാതൊരു പ്രയോജനമില്ലെന്ന്. അതുകൊണ്ടാ വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നത്. എന്തെങ്കിലും കഴിക്കട്ടെ, ജീവൻ നിലനിൽക്കണ്ടാടാ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എനിക്ക് വയ്യേട്ട ഒരു സെർവൻറ്റിനെ ഇങ്ങനെ വെക്കാം. 24 മണിക്കൂർ വിശക്കുന്ന 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 പറഞ്ഞു കിടക്കാം. ഞാൻ കിച്ചണിൽ കയറി ഇറങ്ങി കുഴഞ്ഞ് എനിക്ക് കിച്ചണിൽ നിന്ന് വീടുകൊണ്ട് വരാനൊരു സമയമില്ല. കുറച്ച് ദിവസം കൂടിയല്ലേ ഉണ്ടോ, അത് വരുന്നൊന്ന് സഹിക്കേ. എത്ര ഞാൻ ഏട്ടാ സഹിക്കുന്നേ? അവള് തീറ്റി കാണുമ്പോ എനിക്ക് എന്നെ അറപ്പ് തോന്നു. സാരമില്ലടാ, ഇപ്പൊ നമ്മളുടെ ആവശ്യമായി പോയില്ലേ അവൾ ഫുഡ് കഴിച്ച് അവളുടെ ജീവൻ നിലനിർത്തേണ്ടത്. അതുകൊണ്ട് മാറ്റാം. ഇനി ഏട്ടാ എന്താടാ, ഏട്ടൻ പെട്ടെന്ന് വരുമോ? എനിക്കൊന്ന് പുറത്ത് പോണം ചേട്ടാ. നിന്നോട് ഞാൻ അന്നേരേ പറഞ്ഞു അലക്സിനെ ജോണിനെ അങ്ങോട്ട് വിടാന്ന്. നിനക്കാണല്ലോ ഒടുക്കത്തെ നിർബന്ധം. ഇല്ല, അഞ്ചുകളുടെ അടുത്ത് നീ ഉണ്ടാവണോ? ഏട്ടാ അത് പിന്നെ ഇവിടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. എന്തായാലും നീ തന്നെ എടുത്തു വെച്ചല്ലേ നിന്റെ തലയിൽ പുലിവാല്. അത് നീ തന്നെ അനുഭവിച്ചു തീർക്കടാ. ഏട്ടാ എടാ കുഞ്ഞാതെ, ഞാൻ അങ്ങോട്ട് വരാം. 1 അവറിനുള്ളിൽ ഞാൻ വരും, ശരിയാ? ഏട്ടാ മറക്കില്ലേ, ഫുഡിന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേ. ഏട്ടാ എന്താണ്? എനിക്കൊരു നിനക്കൊരു ഒരു കുപ്പികൾ വാങ്ങിച്ചോണ്ട് ഏട്ടാ. ശരി ഏട്ടോ, കൂടി തന്നെ എടുത്തിട്ട് വരണേ. എടുത്തിട്ട് വരാടാ. ശരി. ശരി ഏട്ടാ. ഹലോ, എന്താടി? താൻ കുറെ നേരമാണല്ലോ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നോ? ഒരു 10 മിനിറ്റ് മുന്നേ അല്ലേടി ഫുഡ് കഴിച്ചേ. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. നിന്റെ വയലിൽ കോഴിയും കുഞ്ഞും വല്ലതും ഉണ്ടോടി? എന്റെ വയറ്റിൽ കോഴിയും കുഞ്ഞും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ വിശക്കുന്നു. നിങ്ങൾ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് കൊണ്ടിട്ടേക്കല്ലേ. എനിക്ക് ഫുഡ് തരണ്ടേ? എന്റെ ജീവൻ നിലനിൽക്കണ്ടേ? ജീവൻ നിലനിന്നാലല്ലേ നിങ്ങളുടെ രുദ്രയ്ക്ക് ഓംകാരൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂ. എടീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കണ്ട.
അറിയാലോ ഞാൻ ഓവർ സ്മാർട്ട് ആണെന്ന്. ഇവളെ കാണും എനിക്ക് എന്താ ചങ്ങക്കം പെടാന്ന് പറഞ്ഞിരിക്കുന്ന. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ കൊന്നു കളഞ്ഞാണ് നാശത്തിന്. എന്താണോ താൻ പീരിപ്പിടിക്കുന്നേ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ രക്തരക്ഷസേ. രക്തരക്ഷസോ? അതെ, നീ ബാക്കിയുള്ള മനുഷ്യരെ രക്തം വിട്ടു കൊടുക്കുന്ന പിശാശ്. അതൊക്കെ വിട്. പിശാശാണോ മറുതയാണോ എന്നൊക്കെ പിന്നെ പറയാം. എനിക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും ഉണ്ടാക്കി താ. തന്റെ ഫുഡിന് അപാര ടേസ്റ്റാ. ഒരു രക്ഷയില്ല മാഷേ. അതുകൊണ്ടായിരിക്കും നല്ലത് വെട്ടി വിടുന്നത്. ഞാൻ നേരെ ചൊവ്വേ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതിന് മുതൽ ഞാൻ പട്ടിണിയാ. പട്ടിണി കിടന്നേ പറ്റും. താനതേ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ താൻ തന്നെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. രക്തം ഊട്ടിക്കൊടുക്കുന്ന രാക്ഷസി. രാക്ഷസി എന്നെ തന്ത. ദേവി, എന്നാൽ തന്തയ്ക്ക് വിളിച്ചാണല്ലോ അടിച്ച് ഷേപ്പ് മാറ്റി കളഞ്ഞ നിന്റെ മോന്തയുടെ. അടിച്ച് ഷേപ്പ് മാറ്റാൻ എന്റെ കയ്യിൽ എന്താ മാങ്ങ പറിക്കാനോ തേങ്ങ പറിക്കാനോ പോവോ? മാങ്ങയോ തേങ്ങ എന്തെങ്കിലുമൊക്കെ പറിക്കുകയാണില്ലെങ്കിൽ നമ്മൾ പറിപ്പിക്കും. ഒന്ന് പോടോ. എനിക്ക് വിശക്കുന്നത് എന്തിനു മറ്റോ ആടോ. എന്റെ ഗതികേട് ഏത് സമയത്താണാവോ ഈ മാരണത്തിനെടുത്ത് തലയിൽ വെക്കാണ്ട് പോലെ. മാരണാണെന്ന് മനസ്സിലായല്ലോ, തലയിലെടുത്ത് വെച്ചാന്ന് മനസ്സിലായല്ലോ. എന്റെ മോൻ അനുഭവിച്ചു. എടി കുട്ടിപ്പിശാശ്, പോയി ചുമ്മായിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. വേഗം ആട്ടണം. ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കിയത്. ഒരു നിമിഷം കൊണ്ടുണ്ടാക്കി ഇത്ര ഞാൻ എന്താ റോബോട്ടാ? ആ റോബോട്ട് ആയേ പറ്റൂ. ചെല്ലുമോനെങ്കിൽ ദീദി, ഫോണ് ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ചാച്ചൂസേ, ആ ശ്രീ, ചാച്ചൂസേ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിന്നെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല. അത് ശ്രീ, ഞാൻ പുറത്തു വരുന്നു പോയിരുന്നു. എന്താ ശ്രീയെ? ഇല്ലടാ, ശിവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. അതാ ബെസ്റ്റായ. ശിവേട്ടനും ഇതേ പരാതി, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നെ വിളിച്ചെന്നോ? ഹാ, നീ വല്ലപ്പോഴും ഫോണൊക്കെ ഒന്ന് എടുത്തു നോക്കണം. നീ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നപ്പോ കുറെ നേരം എന്റെ ഫോൺ വെല്ലടിച്ചിരുന്നു. നീ അത് സൈലന്റ് ഇട്ടിരുന്നല്ലേ? ഓ, ഞാനത് മറന്നു. എന്നിട്ടെന്താ നീ നോക്കാന്? മിസ് കോൾ ഒന്നും നീ കാണാറില്ല? എടേ, എവിടെ കാണാൻ സമയം കിട്ടുന്നത്? എനിക്കറിയില്ല, തിരക്ക്. ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ എങ്ങനെ നോക്കൊണ്ടിരിക്കാനാ? പിന്നെ അവന്റെ ഓർമ്മ വന്നപ്പോ ഞാൻ അവനെ വിളിച്ചപ്പോ കിട്ടിയില്ല. അതാ നിന്നോട് ചോദിച്ചേ. ആ, ശിവേട്ടൻ അങ്ങനെ തിരക്കിലായിരിക്കും. നീ ഒന്ന് ഏട്ടനെ വിളിക്കാൻ പറഞ്ഞു. അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അത്യാവശ്യമോ? എന്താടാ? എനിക്കറിയത്തില്ല എന്താണെന്ന്. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഓബ്വിയസ് ആയിപ്പോയില്ലേ? എടാ, ഒന്ന് പോയി. അവനറിയത്തില്ല ഞാൻ അവനെ പ്രണയിക്കുന്നെന്ന് തോന്നുള്ള കാര്യം. ആ, ഇനിയും സമയം ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് പറയാമല്ലോ. എടാ മനുഷ്യ, നിങ്ങൾ പോയി പറ. എന്റെ ഏട്ടനെന്നും പറഞ്ഞ് നടന്നിട്ട് കൊല്ല കാര്യമുണ്ടോ ഞങ്ങളെയും കൂടെ നാണം കെടുത്താനായിട്ട്? എടാ പറയാ, സമയം വരട്ടെ. നീ എപ്പോഴാ സമയം വരുന്നത്? അങ്ങേട്ടാ മുക്കിക്കൂടെ പല്ല് വരുമ്പോഴോ? എടാ അടങ്ങടാ, അങ്ങനൊന്നും പറയല്ലേ. പാവം. പാവമാണെന്ന് അറിയാലോ. ഇനി ഏറ്റെടുക്കണ്ട. അതല്ലടാ, ശിവയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് പറയുമ്പോൾ അവൻ ഇത് എങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവൻ എന്നെ വെറുക്കും. അതുകൊണ്ട് അതൊന്നുമില്ല. നിങ്ങൾ പറയാൻ നോക്കും. എനിക്ക് ഉറപ്പാ ശിവേട്ടൻ എക്സ്പെക്ട് ചെയ്യും നിങ്ങളുടെ പ്രണയം. എന്റെ നാവ് പൊന്നാകട്ടെ. എന്റെ നാവ് പൊന്നെ.